കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടും മാനിഫെസ്റ്റോയിൽ വിശ്വസിച്ചുകൊണ്ടും വോട്ടർമാർ നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ത്യ മുന്നണി അവിശ്വസനീയമായ കുതിപ്പ് നടത്തിയിരിക്കുന്നു. എല്ലാ എക്സിറ്റ് പോളുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി 232 എന്ന നമ്പറിലേക്ക് കുതിച്ചെത്തുന്നു. പക്ഷേ അപ്പോഴും കേവല ഭരണം ഉറപ്പിക്കാൻ 40 സീറ്റുകൾ വേണം ഇന്ത്യ മുന്നണിക്ക്. അത് സാധ്യമാകുമോ എന്നതാണ് ചോദ്യം. അവസാനഘട്ട തന്ത്രങ്ങളും കരുനീക്കങ്ങളും എത്ര കണ്ട് ശരിയാവും? ശരത് പവാർ എന്ന വൃദ്ധനെ ഇറക്കി ഇന്ത്യ മുന്നണി കരുനീക്കങ്ങൾ നടത്തുമ്പോൾ TDP ചന്ദ്രബാബു നായിഡുവിൻ്റെ മനം മാറുമോ? ആന്ധ്രാപ്രദേശിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസിൽ ചന്ദ്രബാബു നായിഡു മനം മാറുമോ? JDU കളം മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സുജയ, നോക്കൂ, ദേശീയ തലത്തിൽ ഇതേവരെ മോദി അനുഭവിച്ചിട്ടില്ലാത്ത ഒരു റിസ്കിലേക്ക് മോദി പോകുന്നു. ഒരു പക്ഷേ മോദി പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ട സാഹചര്യം തീർച്ചയായിട്ടും. സർക്കാർ NDAക്ക് നിലവിൽ 294 സീറ്റുകളുണ്ട്. NDAയിലെ ഘടകകക്ഷിയായ JDUവും TDPയും വന്നതിനു ശേഷം 294ലേക്ക് എത്തി. TDPയും BJPയും സഖ്യ സർക്കാർ ആന്ധ്രാപ്രദേശിൽ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് വിളിക്കുക നരേന്ദ്രമോദിയെ തന്നെയായിരിക്കും. പ്രധാനമന്ത്രിയാവാൻ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കർത്തവ്യപഥത്തിൽ നടക്കുകയും ചെയ്യും. പക്ഷേ ഇന്ത്യ ഈ സ്റ്റാൻസ് എക്സ്പ്ലോർ ചെയ്യണം. മാത്രവുമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷമായി ഒരു പക്ഷേ പാർലമെന്റിൽ ഇനി മാറും. ഇനി രാഹുലിന്റെ വാക്കുകൾ പാർലമെന്റിൽ മുഴങ്ങും. ആ മുഴങ്ങുന്ന വാക്കുകൾക്ക് കനമുണ്ടാവും. അത് ഗംഭീരമുള്ള ശബ്ദമായിരിക്കും. പ്രതിപക്ഷത്തിന് കൊടുത്ത ഒരു അംഗീകാരം കൂടിയാണ്. ഒരു പക്ഷേ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ടർമാർ വിധിയെഴുതിയത് ശക്തമായ ഭരണാധികാരിയെ മാത്രമല്ല, ശക്തമായ ഒരു പ്രതിപക്ഷത്തെ കൂടി ഈ രാജ്യം അർഹിക്കുന്നുണ്ട്. കർമ്മപരിപാടി മാറ്റിപ്പിടിക്കേണ്ടി വരും. മാത്രമല്ല, ഇനി എല്ലാ പരിപാടികളിലും ശക്തമായ വിയോജിപ്പുകൾ ഉണ്ടാവും. എല്ലാ വിയോജിപ്പുകളുടെ ഇടയിലും കൂടി അത്ര എളുപ്പം നടന്നു പോകാൻ BJP താല്പര്യമുണ്ടാവണം. ജനതാദൾ യുവിന് താല്പര്യമുണ്ടാവണം. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും തോളത്തിരുന്നു കൊണ്ടല്ലാതെ ഈ രാജ്യം ഭരിക്കാൻ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയില്ല.